ഹലോ വെൽക്കം ബാക്ക് ടു 3D ഫാമിലി. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ മഴയായതുകൊണ്ട് തന്നെ എല്ലായിടത്തും വൈറൽ ഫീവർ ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വന്നു കഴിഞ്ഞാൽ തന്നെ മാറാനായിട്ട് കുറേയധികം ദിവസങ്ങളും എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ഈ ഒരു വ്ളോഗ് എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി കേട്ടോ. പക്ഷേങ്കിൽ നമ്മൾ കുറച്ച് ഡിലേ ആയി അത് ഇടാനായിട്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് വീഡിയോയുടെ അവസാനം മനസ്സിലാകും. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ഈ ഒരു ദിവസം നടന്നത്. അപ്പം ഒരുപാട് ടെൻഷൻ അടിച്ച, ഒരുപാട് വിഷമിച്ച ഒരു ദിവസം കൂടിയായിരുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ രാവിലെ തന്നെ വീഡിയോ എടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് ഇടിയപ്പവും ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ അമ്മയുടെ ചിക്കൻ കറി ഞാൻ ഇതിന് മുന്നും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അമ്മ ഇന്ന് ചിക്കൻ കറി വെക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ഞാനൊന്ന് റെസിപ്പി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് വറ്റൽമുളകും ഇട്ട് അതിലേക്ക് 3 മീഡിയം സൈസിലുള്ള സവാളയും ഒരു 10-15 കൊച്ചുള്ളി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അതൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമ്മൾ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ ഒരു 3/4 കിലോ ചിക്കൻ കാണും, ഏകദേശം അളവ് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നിട്ട് ചിക്കനും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. സാധാരണ നമ്മൾ ഇതിലേക്ക് പൊടികളൊക്കെ ഇട്ടതിന് ശേഷമാണ് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത്. പക്ഷേ അമ്മ ആദ്യം തന്നെ ചിക്കനാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം അതൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി അമ്മ ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 5-6 മിനിറ്റ് ഇതിങ്ങനെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കും കേട്ടോ. അങ്ങനെ ഈ ഒരു മഞ്ഞൾപ്പൊടിയുടെയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയും ആ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ, അത് മാറുന്നിടം വരെ ഇതിങ്ങനെ അമ്മ മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കും. എന്നിട്ട് പൊടികളൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചൂടാക്കിയതിന് ശേഷമാണ് അമ്മ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് അവിടെ ഇരുന്ന് കുക്കായി വരുന്ന സമയം കൊണ്ട് അമ്മ ഇത് പൊടികൾ ചൂടാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ 4 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ആട്ടോ ചേർക്കുന്നത്, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് മല്ലിപ്പൊടി എടുക്കുമ്പോൾ നിറയെ എടുത്തിരിക്കുന്നത്, കാശ്മീരി ചില്ലി പൗഡർ എടുത്തപ്പം 1 സ്പൂൺ നിറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് അത് നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പം അത് ഈ ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ആ പൊടികൾ. അതിനുശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. അപ്പോൾ ഇനി ബാക്കിയും പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തപ്പോഴത്തേക്ക് തന്നെ നല്ല ഡാർക്ക് കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, നല്ല ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക് പൊടിച്ചത്. അതുപോലെ ഒരു 3/4 ടീസ്പൂണ് പെരുംജീരകം പൊടിച്ചത്. അപ്പോൾ ഒരു 3/4 തൊട്ട് 1 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനിയിപ്പോൾ ഇതിലേക്ക് വേറെ പൊടികളൊന്നും നമ്മൾ ചേർക്കുന്നില്ല. അമ്മ ഗരം മസാലയൊന്നും ചേർക്കാറില്ല. അതിന് പകരമാണ് ചിക്കൻ മസാലയും പെരുംജീരകം പൊടിച്ചതും ചേർക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് നമുക്ക് വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അത് ഈ ഒരു ചിക്കനിലേക്ക് ചേർക്കാം. അപ്പം എത്രത്തോളം നമുക്ക് ഗ്രേവി വേണം എന്നനുസരിച്ചിട്ട് നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചൂടാക്കി എടുക്കണം. എപ്പോഴാണെങ്കിലും നമ്മൾ ചൂടാക്കിയിട്ടേ എടുക്കാൻ പാടുള്ളൂ വെള്ളം. എന്നിട്ട് നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് വേവിക്കണം. അപ്പോൾ അതവിടെ ഇരുന്ന് ഇങ്ങനെ കുക്കായി വരട്ടെ കേട്ടോ. നല്ല ഡാർക്ക് കളറായിട്ടുണ്ട്. ഇനിയിപ്പം ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് പോകണം. അപ്പോൾ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുന്നതിന് മുന്നേ കാണിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഏകദേശം അളവ് വെള്ളം എടുത്തിട്ട് അത് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് പൊടിയിട്ടാണ് ഞാൻ കുഴയ്ക്കാറ്. അപ്പോൾ 1 കപ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളം കേട്ടോ ഞാൻ അളവെടുക്കാറ്. അത് കറക്റ്റായിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ ഉരുളിക്കകത്ത് തന്നെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി അമ്മ ചായ ഇടുകയാണ് കേട്ടോ ഞങ്ങൾക്ക്. അപ്പോൾ ദിനവും പാത്തു എഴുന്നേറ്റിട്ടില്ല. പാത്തുവിന് പനിയായിട്ടിരിക്കുക കേട്ടോ. ഈ ഒരാഴ്ച അവൾ സ്കൂളിൽ പോയി, പക്ഷേങ്കിൽ അവൾക്ക് ശനിയാഴ്ച ആയപ്പോഴത്തേക്കും പനി പിടിച്ചു. അങ്ങനെ പനിയായിട്ടിരിക്കുകയാണ്. അങ്ങനെ ഞാനും അച്ഛനും അമ്മയും കൂടെ ചായയൊക്കെ കുടിച്ച് ചായ കുടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇടിയപ്പത്തിൻ്റെ മാവ് കുഴച്ചതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ കൈകൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ആ ഒരു ചൂട് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് കൈകൊണ്ട് കുഴയ്ക്കാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ ഞാനത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ നല്ലപോലെ കുഴച്ചെടുത്തിട്ട് ഇനിയിപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് പോകണം. കാരണം ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇടിയപ്പം കൂടെ ആയാൽ മതി. അപ്പോൾ ഇങ്ങനെ നമ്മൾ സാധാരണ പോലെ തന്നെ ഇടിയപ്പം ഇങ്ങനെ മാവ് പിഴിഞ്ഞ് വെച്ച് ഇടിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പിയൊക്കെ ഇതിന് മുന്നേയും പറഞ്ഞിട്ടുള്ളതായതുകൊണ്ടാണ് വീണ്ടും അത് പറയാത്തത്. പിന്നെ ഇഡ്ഡലി തട്ടിൽ വെള്ളം വെച്ചിട്ട് അതൊന്ന് ആവി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ തട്ട് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ അത് മൂടി വെച്ച് അവിടെ ഇരുന്ന് ഒന്ന് കുക്കായി വരട്ടെ.
ഇനിയിപ്പോൾ ആ കൂടെ തന്നെ ഉച്ചക്കത്തേക്ക് പീച്ചിങ്ങ മെഴുക്കുവരട്ടി വെക്കാനായിട്ട് പീച്ചിക്ക ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ പീച്ചിങ്ങ മേടിച്ചിട്ട് 2-3 ദിവസം ആയായിരുന്നു. അപ്പോൾ അതിൽ ഒരെണ്ണം എടുത്ത് ഞാൻ മെഴുക്കുവരട്ടി വെച്ചു. അപ്പോൾ ബാക്കി ഇരുന്ന ഒരെണ്ണം കൂടെ എടുത്ത് ഒന്ന് മെഴുക്കുവരട്ടി വെക്കാനായിട്ട് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഉച്ചക്കത്തെ ജോലിയും കൂടെ പെട്ടെന്ന് തീർക്കണം. കാരണം പാത്തോന് വയ്യാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് അടുക്കളപ്പണി തീർക്കുവാണെങ്കിൽ ഒരുപാട് സമയം നമുക്ക് കിട്ടും. അങ്ങനെ ഇടിയപ്പം എന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനത് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ബാക്കി ഇടിയപ്പം കൂടി ഇങ്ങനെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പമാണ്. അപ്പോൾ അമ്മ ബാക്കി ഇടിയപ്പം റെഡിയാക്കിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പീച്ചിങ്ങ മെഴുക്കുവരട്ടി വെക്കാനായിട്ട് സവാളയൊക്കെ അരിഞ്ഞാനായിട്ട് പോയി. അങ്ങനെ പാൻ വെച്ച് ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സവാള അരിഞ്ഞതും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് വഴട്ടി വന്നപ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. എന്നിട്ട് ഇതൊരു 2 മിനിറ്റ് നമുക്കിങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ ഒന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോഴാണ് നമ്മളിതിലേക്കൊന്ന് പീച്ചിങ്ങ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് പാത്തു എഴുന്നേറ്റ് വന്നു കേട്ടോ. ആൾ വരുന്നത് തന്നെ അവളുടെ മരുന്നും എടുത്തുകൊണ്ടാണ്. രാവിലെ അവൾക്ക് മരുന്ന് കൊടുത്തിട്ട് പിന്നെ കിടന്നുറങ്ങിയതായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഡോക്ടർക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. അവളെ ഡോക്ടറെ കാണിക്കാനായിട്ട് പോകണം വൈകുന്നേരം. അങ്ങനെ സവോളയൊക്കെ ഒന്ന് വഴണ്ട് വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് പീച്ചിങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന പീച്ചിങ്ങ അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അത് അവിടെ ഇരുന്ന് ഒന്ന് കുക്കായി വരണം. അപ്പോൾ നമുക്ക് അടച്ചു വെച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ പാത്തുവിനെ കൊണ്ടുപോയി പല്ലൊക്കെ തേപ്പിച്ച് അവളെ കൊണ്ടുവന്നിരുത്തി അവൾക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. അപ്പം പനി ആയതുകൊണ്ട് തന്നെ നമുക്ക് ചിക്കനൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. ഇടിയപ്പം തന്നെയാണ് കൊടുക്കുന്നത്. ഇടിയപ്പത്തിൽ കുറച്ച് പഞ്ചസാരയും തേങ്ങയും കൂടി ഇട്ടിട്ട് ഇടിയപ്പം കൊടുത്തു. അങ്ങനെ അവൾ കഴിച്ചു കഴിഞ്ഞപ്പം അവൾക്ക് മരുന്നൊക്കെ കൊടുത്തായിരുന്നു. പിന്നെ നമ്മൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല യമ്മി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പോഴത്തേക്കും ദിനു എഴുന്നേറ്റ് വന്ന് പല്ലൊക്കെ തേച്ച് നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ലഞ്ചിൻ്റെ പരിപാടികളിലേക്ക് പോയി. അമ്മയാണെങ്കിൽ കുമ്പളങ്ങയും മാങ്ങാപ്പഴവും കൂടി ഇട്ടിട്ട് ഒരു കറി ഉണ്ടാക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു കറി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ അമ്മ അത് കുക്കറിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ പാലക്ക് തോരൻ വെക്കാനായിട്ട് ഉരുളി വെച്ച് ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വറ്റൽമുളകും കടുകും ഇട്ട് പൊട്ടിച്ചിട്ട് തലേന്ന് തന്നെ പാലക്ക് മേടിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഞാൻ അരിഞ്ഞ് ഫ്രിഡ്ജ് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ രാവിലെ ആകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. അങ്ങനെ അരിഞ്ഞ് വെച്ചിരുന്ന പാലക്ക് ഉരുളിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഈ പാലക്ക് ഒരുപാട് വാട്ടർ കണ്ടൻറ്റ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. വെള്ളം ഒന്ന് വറ്റിച്ചെടുത്തിട്ട് വേണം നമ്മൾ അതിലേക്ക് അരപ്പൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പാലക്ക് തോരൻ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പാത്തൂസിനെ ഞാൻ കുളിപ്പിച്ചൊന്നുമില്ല. പനിയായതുകൊണ്ട് തന്നെ അവളുടെ മേലൊക്കെ ഒന്ന് വൈപ്പ് ചെയ്തെടുത്തുള്ളൂ. അന്നേരത്തേനും അവൾ ഭയങ്കര ആക്റ്റീവായി. അമ്മയുടെ കൂടെ ഡാൻസ് കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പനി ആയതുകൊണ്ട് തന്നെ കളിക്കരുതെന്ന് പറഞ്ഞാലും കുഞ്ഞുങ്ങളല്ലേ, അവർക്കറിയില്ലല്ലോ. കുറച്ചൊക്കെ അവരിങ്ങനെ ആക്റ്റീവായിട്ട് തന്നെ നടക്കും. അപ്പോൾ അമ്മയും ഇരുത്തുന്നില്ല. അമ്മയും കളിക്കാനും പറഞ്ഞ് ഇങ്ങനെ അവൾ ബഹളം വെച്ച് അമ്മയെ എഴുന്നേൽപ്പിച്ച് നിർത്തിയേക്കാണ് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം അരി ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചോറ് റെഡിയാക്കും. അപ്പോൾ റൈസ് കുക്കറിൽ നിന്ന് എടുത്തിട്ട് ചോറൊന്ന് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടെ വറുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ലഞ്ചിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ലഞ്ച് നമ്മുടെ പീച്ചിങ്ങ മെഴുക്കുവരട്ടി, പാലക്ക തോരൻ, അതുപോലെ തന്നെ മാങ്ങാപ്പഴവും കുമ്പളങ്ങയും കൂടി ഇട്ട് കറി വെച്ചത്, പിന്നെ ചിക്കൻ കറി, ചോറ്, പപ്പടം, പിന്നെ അച്ചാർ വേണ്ടവർക്കാണെങ്കിൽ നാരങ്ങ അച്ചാറും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ലഞ്ച്. പാത്തുവിന് പിന്നെ ഞാൻ കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു പനി ആയതുകൊണ്ട്. അപ്പോൾ ആ ഒരു കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് അവൾ ഉറങ്ങിയത്. അപ്പോഴത്തേക്കും എല്ലാവരും ഒന്ന് കുളിച്ച് റെഡിയായി വന്ന് നമ്മൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒന്ന് വിളമ്പി കൊടുക്കുകയാണ്. ഇനിയിപ്പം നമ്മൾ ഓർക്കാപ്പുറത്തുണ്ടായ നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ച് ഒരുപാട് വിഷമിച്ച ആ ഒരു സംഭവം എന്താണെന്ന് പറയാം. പാത്തുവിന് വേണ്ടിയിട്ട് നമ്മൾ ഡോക്ടർക്ക് 5 മണിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡോക്ടറെ കാണിക്കാനായിട്ട് പോയി. അവിടെ ചെന്നപ്പോഴത്തേക്കും അവൾക്കൊരു 102 ഡിഗ്രിയോളം പനി ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ സാധാരണ നമ്മൾ കാൽപോളാണ് കൊടുക്കുന്നത്. അത് കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് വേറൊരു മെഡിസിൻ തന്നു, ഡോസ് കൂടിയത്. അത് അവൾക്ക് നമ്മളൊരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും കൊടുത്തു പനി കുറയാനായിട്ട്. അത് കഴിഞ്ഞ് അവൾ കിടന്നുറങ്ങി. അവൾ ഉറങ്ങി ഒരു 9 മണി, രാത്രി ഒരു 9 മണിക്ക് എണീറ്റപ്പോൾ ആൾ ആക്റ്റീവായിരുന്നു. പനിയൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അവൾക്ക് കഞ്ഞിയൊക്കെ കൊടുത്ത് അവൾ ഓക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്ന് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞൊരു 10 മണിയായപ്പോഴത്തേക്കും അവൾ പറഞ്ഞു അവൾക്ക് നന്നായിട്ട് തണുക്കുന്നെന്ന്. അങ്ങനെ തണുത്ത് കഴിഞ്ഞ് അവളെ പെട്ടെന്ന് ഷിവർ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു സിറ്റുവേഷനിലേക്കാണ് ഞങ്ങൾ പോയത്. പിന്നെ പെട്ടെന്ന് ഞാനും ദിനവും അവളെ എടുത്തുകൊണ്ട് ഓടുകയായിരുന്നു. നമ്മുടെ അടുത്ത് തന്നെ അസ്തർ മെഡിസിറ്റി ഉണ്ട്. അപ്പോൾ അസ്തറിലേക്ക് നമ്മൾ അവളെ എടുത്തുകൊണ്ട് ഓടി. അവിടെ ചെന്ന് അവളുടെ ടെമ്പറേച്ചർ നോക്കുന്ന സമയത്ത് 105.2 ആയിരുന്നു ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചർ ഹൈ ആയതുകൊണ്ടാണ് കുഞ്ഞിന് അത്രയും ഷിവറിങ് ഉണ്ടായത്.
ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ് അവൾക്ക് ഫിക്സ് ആവാതെ ആ ഒരു സമയത്ത് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനായിട്ട് പറ്റിയത്. അങ്ങനെ കുഞ്ഞിനെ അവിടെ അഡ്മിറ്റ് ചെയ്തു. നമ്മളെല്ലാ ടെസ്റ്റുകളും എല്ലാം നടത്തി, എല്ലാം നോർമലാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ആകെപ്പാടെ അവൾക്കുള്ളത് ത്രോട്ട് ഇൻഫെക്ഷനാണ് കേട്ടോ. ആ ഒരു ത്രോട്ട് ഇൻഫെക്ഷൻ കൊണ്ടാണ് കുഞ്ഞിന് ഇത്രയധികം ടെമ്പറേച്ചർ കൂടിയത്. എന്തായാലും നമ്മളിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ആൾ ആക്റ്റീവായിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. അതുപോലെ അവളെ കുറച്ച് ദിവസത്തേക്ക് ഇനി സ്കൂളിലേക്കൊന്നും വിടുന്നില്ല. ആളൊന്നും ഓക്കെ ആയിട്ടൊക്കെ ഇനിയിപ്പോൾ അവളെ സ്കൂളിലേക്ക് നമ്മൾ വിടുന്നുള്ളൂ. നമുക്ക് ഹെൽത്താണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.